വാശിയേറിയ തിരുവാതിര മത്സരമാണ് ഒന്നാം വേദിയായ സൂര്യകാന്തിയിൽ നടന്നത്. മത്സരം അവസാനിപ്പിക്കുന്നതുവരെ നിറഞ്ഞ സദസ്സായിരുന്നു മനോഹരമായ തിരുവാതിര. ഈ തിരുവാതിര കാഴ്ചവെച്ച പാലക്കാട് കുറുമശ്ശേരി സ്കൂളിലെ കുട്ടികളുടെ വിശേഷത്തിലേക്ക് ഒന്ന് പോയി വരാം നമുക്ക്. എല്ലാ കലോത്സവ വേദികളിലും ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ കാത്തിരിക്കുന്ന ഒരു മത്സര ഇനമാണ് തിരുവാതിര. ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. തിരുവാതിര വേദികളിലെല്ലാം നിറഞ്ഞ സദസ്സ് തന്നെയായിരുന്നു. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് പാലക്കാട് ജില്ലയിലെ കുട്ടികളാണ്. മക്കളെ ഏത് സ്കൂളിൽ നിന്നാ? GHSS പൊറ്റശ്ശേരി. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ പെർഫോമൻസ്? നല്ല പെർഫോമൻസ് ആയിട്ട് തോന്നി. നല്ല മത്സരമാണ്, ടൈറ്റ് ആയിട്ടുള്ള മത്സരമാണ്. എല്ലാരും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അപ്പോ ഞങ്ങള് അതേപോലെ കളിച്ചു എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഇത് നിങ്ങൾ ആദ്യമായിട്ടാണോ? ഫസ്റ്റ് ടൈമാണ്. അതിന്റെ ഒരു ടെൻഷൻ സന്തോഷം? ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഫസ്റ്റ് ടൈം ഞങ്ങൾക്ക് സ്റ്റേറ്റ് പോകാനുള്ള ഒരു അവസരം കിട്ടി. ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു എല്ലാരും കളിക്കണേല്. അപ്പൊ ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോഴുള്ളൊരു അനുഭവം, എക്സൈറ്റ്മെന്റ് ഒന്നും പറയാല്ല. നല്ല രസമായിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരു വേദി കിട്ടുക പറയണ തന്നെ ഏറ്റവും വലിയൊരു കാര്യല്ലേ. അപ്പൊ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എല്ലാരും. ഞങ്ങൾ ഞങ്ങളുടെ ബെസ്റ്റ് ആയിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. പരമാവധി ഞങ്ങൾ പഠിച്ച പോലെ നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട്. ഇത് എത്ര നാളത്തെ ഒരു പ്രാക്ടീസ് ആയിരുന്നു നിങ്ങളുടേത്? ഓഗസ്റ്റ് തൊട്ടിട്ട് തുടങ്ങിയതാണ്. ഞങ്ങള് സിദ്ധാർത്ഥേട്ടൻ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇവിടെ വരെ എത്തിയത്. അപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങൾ 2 ചുവട് വെച്ചാലോ? അത് കഴിഞ്ഞിട്ട് കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. ചന്ദനക്കുളിരുകോരും ചന്ദ്രിക തൂകും രാവിലി ചന്ദമാം സൗഗന്ധികത്തിൻ ഗന്ധവുമേറ്റം തതേത പാരം നന്നായി പരക്കുന്നു ചിന്തയിൽ ചാരുമോഹങ്ങൾ. പാരം നന്നായി പരക്കുന്നു ചിന്തയിൽ ചാരുമോഹങ്ങൾ. മന്ദം മന്ദം അലയാർന്നു വന്നണയുന്നു തതേത മന്ദം മന്ദം അലയാർന്നു വന്നണയുന്നു. താരകളും പുതു നിൽപ്പൂ നീലവനിൽ പ്രണനത മിന്നിലെ പൂത്തിങ്കളൊത്തു മനം കുളിർക്കേ. മിന്നിലെ പൂത്തിങ്കളൊത്തു മനം കുളിർക്കേ. വളരെ മനോഹരമായിട്ടുണ്ട്. നല്ല രസമുണ്ട് നിങ്ങളുടെ ഈ ചിരിയും ആ ചുവടുവയ്പും ഒക്കെ കാണാൻ. ഇടയ്ക്കൊരാള് സിദ്ധാർത്ഥ ഏട്ടനെ പറ്റി പറഞ്ഞു. സിദ്ധാർത്ഥാണ് ഇവരുടെ ആശാൻ. സിദ്ധാർത്ഥ വരൂ. ആശാനാണ് ഈ കുട്ടികളുടെ എല്ലാം പിന്നിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു കുട്ടികളുടെ ഇന്നത്തെ ഒരു പെർഫോമൻസ്? അടിപൊളിയായിരുന്നു. ഞാൻ പ്രതീക്ഷയിലെക്കാളും നന്നായിട്ട് കളിച്ചവര്. എല്ലാ വർഷവും ഇങ്ങനെ കുട്ടികളുമായിട്ട്? ഇല്ല, ഞാനിത് ആദ്യമായിട്ടാണ് സംസ്ഥാന തലത്തില് പഠിപ്പിക്കുന്നത്. ഈ വീട്ടമ്മമാരെയും തിരുവാതിര പഠിപ്പിക്കുന്നു എന്ന് ഞാൻ കേട്ടു. അങ്ങനെയല്ല, അമ്മ തിരുവാതിര ട്രൂപ്പിലുണ്ട്. അപ്പൊ അമ്മ ഇടയ്ക്ക് അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഇഷ്ടായിട്ടാണ് ഇത് തുടങ്ങിയത്. കണ്ടുപഠിച്ചിട്ട് ഞാനും പഠിപ്പിച്ച് അങ്ങനെ. അതെ അതെ അതെ. ഈ തിരുവാതിരയിൽ ഇങ്ങനെ ഓരോ മാറ്റം ഉണ്ടോ? ഓരോ വർഷവും കഴിയുന്തോറും എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കൊറിയോഗ്രഫികൾ വരുന്നുണ്ട്. ഓരോരോ കഥയുടെ ബേസ് ആയിട്ട് വരുന്നുണ്ട്. പാട്ടുകളിൽ ട്യൂണുകൾ വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ ഓരോരോ വ്യത്യാസങ്ങൾ തിരുവാതിരയിലും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അതാണല്ലോ ഒരു കലാരൂപത്തിന്റെ ഓരോ വിജയം. അതെ, എന്തായാലും നിങ്ങളുടെ ഡ്രസ്സും കോസ്റ്റ്യൂം ഒക്കെ നല്ല രസമുണ്ട്. ഈ മാലയും ഈ കളറും നല്ല രസമുണ്ട് ഈ ലൈറ്റിലൊക്കെ കാണാനും. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നുണ്ട്. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, News 18 തൃശൂർ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.